പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീനാകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വേണം നന്ദുവിനോടുള്ള തൻ്റെ ഇഷ്ടം പറയുവാനും ആ ഒരു വിവാഹ കാര്യത്തിലേക്ക് കടക്കുവാനും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ ആ വിവാഹ നിശ്ചയം മുടക്കിക്കൊണ്ട് നന്ദു എത്തുന്നത്. അതിൽ നന്ദുവിനോട് ചെറിയ നീരസമൊക്കെ തോന്നുന്നുണ്ട്. ഇവൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? ആ അനാമികയുടെ സ്വഭാവം അവൾക്കറിയാലോ. പിന്നെ എന്തിനാണ് അനാമികയുടെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇനി ഇവൾക്ക് അനിയോട് എന്തെങ്കിലും അടുപ്പം തോന്നി തുടങ്ങിയോ? അനി എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ വരികയാണ്. അങ്ങനെ അനാമികയോടും അച്ഛനോടൊക്കെ ദേഷ്യം വരികയാണ്. ഈ സമയത്ത് തന്നെ അവർക്ക് കയറി വരാൻ കണ്ടുള്ളൂ. ബുദ്ധിയില്ലാത്തവരാണ്. പണം എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്നിട്ടൊന്നും അറിയില്ലെങ്കിലും എല്ലാത്തിലും കയറി ഇടപെട്ടിട്ട് വലിയ ആളായിക്കോളും എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് നവീന് നമ്മുടെ അനാമികയും അച്ഛനെയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നവീൻ വിളിച്ചതനുസരിച്ച് അനാമികയും അച്ഛനും കാണാൻ വരികയാണ്. ആ സമയത്ത് നവീനോട് ചൂടായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് സാറേ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്? നിങ്ങൾ ആ മൂർത്തി സാറുടെയും ആ അനിയുടെയും ആളാണെന്നറിയാം. നിങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടല്ലേ അവരുടെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി പോയത്, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളെ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോവത്തില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റൂ, നഷ്ടപരിഹാരം ലഭിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീന് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒലക്ക കിട്ടും. കാരണം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ചാൻസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ വിവാഹം നിശ്ചയം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ എളുപ്പം വാങ്ങിയെടുക്കാൻ പറ്റുമായിരുന്നു. അടുത്ത കോടതി കൂടുന്ന സമയത്ത് ഇക്കാര്യം നിങ്ങൾക്ക് കോടതിയിൽ പറയാമായിരുന്നു. അതൊക്കെയല്ലേ നിങ്ങൾ കുളമാക്കി വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ് വീണും അനാമികയും. എന്നിട്ട് പറയുന്നുണ്ട്, അതെങ്ങനെ ഇതാവുക? ഇവള് നിൽക്കുന്ന സമയത്ത് മറ്റൊരുത്തിയെ വിവാഹ നിശ്ചയം ചെയ്യുക എന്നുള്ളത് അത് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ? അങ്ങനെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ഇതിന് നൈസായിട്ട് ഒഴിയുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയില്ല. നിയമം അറിയാവുന്നവരോട് ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുക. എല്ലാം കുളമാക്കി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങ് പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളതറിയാം. എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം നടത്തിയിട്ട് നന്ദുവിനെ നിങ്ങൾക്ക് സ്വന്തമാക്കണം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. അപ്പം അനാമികയ്ക്ക് നവീൻ്റെ കാര്യം ചെറുതായിട്ട് മനസ്സിലായി എന്നറിഞ്ഞതിലൊരു ഷോക്കൊക്കെ നവീനുണ്ട്. അപ്പം അതും എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ പൈസ കിട്ടല്ല വേണ്ടത്, അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ എത്രത്തോളം നീണ്ടു നിൽക്കും ഡിവോഴ്സ് കേസ് എന്നൊന്നും അറിയത്തില്ല. അവർ തരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇനി നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ്. അങ്ങനെ ആ ഒരു പോകുന്ന സമയത്താണ് അനി ഈ കാഴ്ച കാണുന്നത്. അനാമികയോടും അച്ഛനോടുമൊക്കെ നവീന് സംസാരിക്കുന്ന കാഴ്ച നമ്മുടെ അനി കാണുകയാണ്. എന്നിട്ട് അനി ചിന്തിക്കുന്നുണ്ട്, ഇവനെന്തിനാണ് ഇവരെ കണ്ടുമുട്ടുന്നത്? കേസിൻ്റെ കാര്യത്തിൽ ഇവരുമായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ കോടതിയിൽ സംസാരിക്കുന്നതല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെന്തിനാണ് ഇങ്ങനെ കാണുന്നത്? ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഒത്ത് കളിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഡിവോഴ്സ് കേസ് പെട്ടെന്ന് തരാതെ കൊണ്ട് നടക്കുന്നത് ഇവനാണ്. ഇനി ഇവർ പറഞ്ഞിട്ടാണോ എന്നുള്ള ആ ഒരു ചിന്ത അനിയുടെ മനസ്സിലോട്ട് വരികയാണ്. ഇനി നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവനെന്നെ ചതിക്കുകയാണോ? ചതിക്കാനുള്ള ഉദ്ദേശമാണോ? എന്തായാലും കരുതിയിരുന്നേ പറ്റൂ. നന്ദുവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അവന് ഞാൻ വിട്ടു കൊടുക്കത്തില്ല. അങ്ങനെ എന്നെ ചതിക്കുകയാണെങ്കിൽ അവനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് പോവുകയാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണം, നവീനെയും പിന്തുടരണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് അനി.